ഹലോ ഗായ്സ്, വെൽക്കം ടു SFK ഗെയിമിംഗ്. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയൊരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. യൂറോപ്യൻ ക്ലബ് ഗാർഡിയൻസ്. അതിൽ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എഡ്വിൻ വാൻഡർ സാർ. ആദ്യമായിട്ടാണ് കൊനാമി ഈ ഫുട്ബോളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാർഡിനെ. അതായത് പുള്ളിക്ക് കൊനാമി കൊടുത്ത പേര് ദ സ്കൈ സ്ക്രാപ്പർ. കൊനാമി ബിസിനസ് മൈൻഡിൽ കൊടുത്തതായിരിക്കും. എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു കാർഡ് ആദ്യമായിട്ടാണല്ലോ വരുന്നുള്ളത്. അപ്പോൾ ഗ്ലിച്ചാണോ അല്ലയോ എന്ന് നമുക്ക് ചിലപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള കോയിനിൽ കിട്ടിയാൽ ഞാൻ കളിപ്പിച്ച് നോക്കിയിട്ട് പറയാം. എന്തായാലും എൻ്റെ ടാർഗറ്റ് എഡ്വിൻ വാൻഡർ സാർ തന്നെയാണ്, അല്ലെങ്കിൽ ബെയിലാണ്. എൻ്റെ കയ്യിലുള്ള കോയിൻസ് 3600 അതായത് 900 സ്പിൻ എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ എന്തായാലും അധികം സംസാരിക്കാണ്ട് ഡയറക്റ്റ് പാക്ക് ഓപ്പണിങ്ങിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയിട്ട് ബാക്കോട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് 900 എടുക്കുകയാണ് ഗൈസ്. നോക്കാം എല്ലാ പ്രാവശ്യത്തെ പോലെ അതിനെ തേക്കോ അല്ലെങ്കിൽ ഈ പ്രാവശ്യം പെട്ടെന്ന് തന്നെ കിട്ടുമോ നോക്കാം. അപ്പോൾ 900ലേക്ക് എടുക്കുകയാണ് ഗൈസ്. നോക്കാം. ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് കാർഡ് തന്നിട്ടുണ്ട് ഗൈസ്. ഈ 900ൽ കിട്ടിയ കാലം മറന്ന് കുറേ ആയി 900ലേക്ക് കിട്ടിയിട്ട്. എന്താണെങ്കിലും ഫസ്റ്റ് 900 നൈസായിട്ട് തേപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം എന്തായാലും ജസ്റ്റ് ഒന്ന് ഞാൻ ഗാരത്ത് ബെയിലിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണ് ഗൈസ്. പറയുന്ന പോലെ പറയാൻ മറന്ന്, അതായത് നമ്മുടെ പനൂച്ചി ആദ്യമായിട്ടാണ് ഈ ഫുട്ബോളിൽ വരുന്നുള്ളതെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. അതായത് നല്ലൊരു സ്റ്റാറ്റ്സ് ഉണ്ട്. അറ്റാക്കിങ് ഫുൾ ബാക്കാണ്, പക്ഷെ നല്ല സ്റ്റാറ്റ്സ് ഉള്ളൊരു പുള്ളിയാണ്. പക്ഷെ എനിക്ക് ടാർഗറ്റ് ഇല്ല കേട്ടോ, അവനെ വേണമെന്നില്ല. എനിക്ക് ബെയിലില്ലെങ്കിൽ എഡ്വിൻ വാൻഡർ സാറിനെ കിട്ടിയാൽ മതി. പക്ഷെ കിട്ടുമെന്ന് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ അടുത്ത 900ലേക്ക് പോവാണ് ഗൈസ്. എൻ്റെ പൊന്നെ, വാൻഡർ സാർ ആയാൽ മതിയേനു. യെസ്, വാൻഡർ സാറാണോ? അല്ലല്ല, ഇത് ബാക്കിൽ ഒരാൾ ഓടി വരും. അതായത് ഒരാളിപ്പോൾ ബാക്കിൽ പനൂച്ചി ആവരുത്. ബെയിലില്ലെങ്കിൽ വാൻഡർ സാറായാൽ മതിയേനു. പ്ലീസ് കൊനാമി ചതിക്കല്ലേ കൊനാമി. അതാരാ? യെസ്, ടാർഗറ്റ്. യെസ്. ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ഞാനിപ്പോൾ പുറത്തു നിന്നിട്ടാണ് കറക്കുന്നുള്ളത്. ഞാനിവിടുന്ന് എന്താ പറയുക, യെസ് എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണ് എന്താ പറ്റിയെന്ന്. എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ഒച്ച അധികം ഇട്ട് ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, പെട്ടെന്ന് സൗണ്ടൊന്ന് നിർത്തി സംസാരിക്കുന്നത്. എന്തായാലും ഒന്നും പറയാനില്ല. എനിക്കിപ്പോൾ അധികം ഒച്ചയിടാൻ പറ്റില്ല. ഞാൻ എന്താ പറയുക, കുറേ കാലത്തിന് ശേഷമാണ് ഗൈസ് ഇങ്ങനെ എനിക്ക് കിട്ടുന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ട്രയൽ, അതും ടാർഗറ്റ്. ഇനി ഞാൻ കറക്കുന്നില്ല ഗൈസ്. 1800 കോയിൻ അവിടെ സേവായി. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ്. ഒന്നും പറയാനില്ല. ഞാൻ എന്തായാലും ഇവനെ സ്ക്വാഡിലേക്ക് എടുത്തിടാണ്. അയ്യോ, എത്രാമത്തെ ട്രയൽ കിട്ടിയെന്ന് നോക്കാം നമുക്ക്. എത്ര കോയിനിലാണ് കിട്ടിയെന്ന് നോക്കാം. അത് നമുക്ക് പാറ്റേൺ വെച്ച് നോക്കാൻ പറ്റും. പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏതാനും അതായത് 17ാമത്തെ പ്ലെയറാണ് ഗൈസ്. അതായത് നമ്മൾ ഇത് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് കൗണ്ടാക്കിയാൽ മതി. 1 2 3, അതായത് 4 എന്ന് പറയുമ്പോൾ 17ാമത്തെ പ്ലെയറാണ് ഗൈസ്. നഷ്ടമില്ല. അയ്യോ, ഒന്നും പറയാനില്ല. ഐ എം സോ എക്സൈറ്റഡ്. ഞാൻ എന്തായാലും മാക്സ് ലെവലാകട്ടെ. അയ്യോ, ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഗൈസ്, എക്സൈറ്റഡ് ആയിട്ട്. എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷമാണല്ലോ ഇങ്ങനെ ടാർഗറ്റ് തന്നെ തരുന്നുള്ളത്. അതായത് ഇത് പോട്ടെ, അതായത് എപ്പിക്ക് പോട്ടെ, സെക്കൻഡ് ട്രയൽ ഒന്നും തരാറില്ല. പക്ഷേ ഇപ്പോൾ ടാർഗറ്റ് തന്നെ സെക്കൻഡ് ട്രയൽ തന്നിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഞാൻ പാക്ക് ഓപ്പണിങ് നിർത്തി ഗൈസ്. ബെയിലും ടാർഗറ്റ് ആയിരുന്നില്ല. ബെയിൽ എനിക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ സ്ക്വാഡിലേക്ക്, അതായത് ഓർഡർ ഓഫ് സൈനിങ് എഡ്വിൻ വാൻഡർ സാർ. ടെൻ മ്യൂസിക് ഞാൻ തന്നെ ഇട്ട് ഗൈസ്. പ്ലെയർ പ്രോഗ്രഷൻ ഓട്ടോലൈസേഷൻ കൊടുത്ത് നമുക്ക് ആദ്യം കളിപ്പിച്ച് നോക്കാം. പിന്നെ ബൂസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ റാൻഡം ബൂസ്റ്റർ കുറച്ചുണ്ട്. അതിൽ കിട്ടിയാൽ ഇന്ന് ഭയങ്കര ലക്ക് എന്ന് പറയാം. റാൻഡം ബൂസ്റ്ററിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ക്രോസിങ് ഗൈസ്, ഇതാണ് കഷ്ടം.
ഇത് ശരിക്കും ബെയിൽ കിട്ടിയായിരുന്നെങ്കിൽ ബെയിലിന് കിട്ടിയതിൻ്റെ സാധനമായിരുന്നു. ടെക്നിക്ക്, അയ്യോ ഇതൊക്കെ നെറ്റ്വെഡിനൊന്നും കിട്ടിയിട്ട് പോലുമില്ല. ഇത് ചിലപ്പോൾ എല്ലാ പ്ലെയേഴ്സിനും റിലീസ് ചെയ്തിട്ട് സേവിങ് കൊടുക്കേണ്ടി വരും. എൻ്റെ പൊന്നെ, ഫുള്ള് അറ്റാക്കേഴ്സിൻ്റെ ആണ് കിട്ടിയത്. എന്തായാലും ഞാൻ നോക്കട്ടെ, എൻ്റെ കയ്യിൽ ഫീച്ചർഡ് പ്ലെയേഴ്സ് വല്ലതും ഉണ്ടാകുന്ന നോക്കട്ടെ. ഞാൻ നോക്കിയിട്ട് വരാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്, ഞാൻ പല ഫീച്ചർഡ് വേണ്ടാത്ത ഫീച്ചർഡ് പ്ലെയേഴ്സിനെ ഒഴിവാക്കിയിട്ട് 101, അതായത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ഷൻ ബൂസ്റ്റർ കൊടുക്കാനുള്ള 101 ടോക്കൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. കുറേ കഷ്ടപ്പെട്ട് കുറേ പ്ലെയേഴ്സ് റിലീസാക്കേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ഞാൻ സേവിങ് കൊടുക്കുകയാണ് ഗൈസ്. സേവിങ് കൊടുക്കുകയാണ് 107. ഈ ഫുട്ബോളിലെ ആദ്യത്തെ 107 എപ്പിക്ക് ഗോൾ കീപ്പറാണ് ഗൈസ്. ഡൊണറമ്മ വന്നിട്ടുണ്ട് ഷോർട്ട് ടൈം, പക്ഷേ എപ്പിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് ഗൈസ്. 107 ഗൈസ്. അപ്പോൾ എന്തായാലും സ്റ്റാറ്റ്സ് വരുന്നുള്ളത് ഇതുപോലെയാണ്. എന്തായാലും ഞാൻ കളിപ്പിച്ചിട്ട് എൻ്റെ ഒപ്പീനിയൻ പറയാം ഗൈസ്, എന്താണ് അവസ്ഥ, ഗ്ലിച്ചാണോ അല്ലേ എന്ന്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ. Can someone please stop the bleeding till you call the shots? So staring up at the ceiling, did we lose the plot? Catching a flame with the feelings.